അമേരിക്കൻ ഇറാൻ യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ 60 ദിവസം തികയാൻ പോവുകയാണ്. ഈ 60 ദിവസം തികയാനിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, യുദ്ധം തുടങ്ങിയത് അമേരിക്കയാണ്. പക്ഷേ ഇതുവരെ അമേരിക്കയ്ക്ക് ആ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. 4 ആഴ്ച മാത്രമായിരിക്കും യുദ്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞ അമേരിക്കയ്ക്ക് അത് വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളിയായിട്ട് പിന്നീട് മാറുകയാണ് ചെയ്തത്. കാരണം 4 ആഴ്ച എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയി ഇപ്പം 60 ദിവസം അടുത്തിരിക്കുകയാണ് യുദ്ധം തുടങ്ങിയിട്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്. ഫെബ്രുവരി 28-നായിരുന്നു യുദ്ധം തുടങ്ങിയത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പറഞ്ഞ് ഒരു സംയുക്ത ആക്രമണമായിരുന്നു ഇസ്രയേലും അമേരിക്കയും കൂടി ചേർന്ന് ഇന്ന് ചെയ്തത്. ഇന്ന് ലോകം സ്തംഭിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അത് ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം കൊണ്ടാണ്. അപ്പം അത്രയേറെ കടമ്പകൾ എത്തിയിരിക്കുന്നു ഈ ഒരു യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇറാൻ ഇതുവരെ അടിയറവ് പറഞ്ഞിട്ടില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എന്ന് പറയുന്നത് അവർ പണ്ടുതൊട്ടേ കണ്ടും കേട്ടും അതിനെ മനസ്സിലാക്കിയോ അത് അനുഭവിച്ചും വന്ന ജനതയും ആളുകളുമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് യുദ്ധം എന്ന് പറയുന്നത് ഒരു വലിയ പുത്തരി ഒന്നുമല്ല. ഈ യുദ്ധത്തിൽ അവർക്ക് വലിയ രീതിയിലുള്ള മേൽക്കൈ ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മറ്റൊരു കാര്യമാണ്, അതായത് ഇറാൻ യുദ്ധത്തിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും US-ന്റെ യുദ്ധോപകരണ ശേഖരങ്ങളെക്കുറിച്ചും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പെന്റഗൺ നൽകുന്ന റിപ്പോർട്ടുകളിൽ അതൃപ്തിയുമായിട്ട് വൈസ് പ്രസിഡന്റ് JD വാൻസ് വരുന്നു. അതായത് യുദ്ധത്തിൽ ഇറാൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും പ്രത്യാക്രമണം നടത്താനുള്ള മതിയായ ആയുധ ശേഖരം ഇല്ല എന്നും US ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വരുന്നതിനിടെയാണ് പെന്റഗൺ റിപ്പോർട്ടിലെ അധികാരതയിൽ സംശയം ഉന്നയിച്ച് വൈസ് പ്രസിഡന്റ് രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപ് എപ്പോഴും പറയുന്നത് ഞങ്ങൾ ഈ യുദ്ധം ജയിച്ചു, ഞങ്ങൾ ഇറാനെ ഇല്ലാതാക്കി എന്ന് പറയുമ്പോഴും ഇറാന്റെ പക്കൽ അല്ലെങ്കിൽ ഇറാന്റെ കൈകളിലാണ് ഹോർമുസ് കടലിടുക്കുള്ളത്. ഇറാൻ എല്ലാം കൊണ്ട് സജ്ജമാണെന്ന് ഇറാൻ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നത്തിലാണ്. അമേരിക്കൻ മാധ്യമമായിട്ടുള്ള അറ്റ്ലാന്റിക് ആണ് വാൻസിന്റെ ഈ ഒരു അതൃപ്തി രേഖപ്പെടുത്തിയത്. അതായത് വൈസ് പ്രസിഡന്റിന്റെ ഈ ഒരു കാര്യം രേഖപ്പെടുത്തിയത്, റിപ്പോർട്ട് ചെയ്തത്. യുദ്ധ പുരോഗതിയെക്കുറിച്ചും US-ന്റെ ആയുധ ശേഖരങ്ങളെക്കുറിച്ചും പെന്റഗൺ നൽകിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളുടെ ആധികാരികത ഒന്നിലധികം തവണ വാൻസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വിവരം. ഇതേക്കുറിച്ച് ട്രംപുമായിട്ട് വാൻസ് നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുമുണ്ട്. നിലവിലെ യുദ്ധത്തിൽ ഇറാൻ ഗുരുതരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും അവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തും ജോയിന്റ് ചീഫ് ചെയർമാൻ ഡാൻ കെയ്നും അവകാശം ഉന്നയിച്ചിരുന്നു. പെന്റഗൺ റിപ്പോർട്ടുകൾ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നവയാണെന്നാണ് വാൻസ് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും വിഷയത്തിൽ ഗുരുതരമായിട്ടുള്ള ആശങ്ക അറിയിച്ച് പറഞ്ഞത്. യുദ്ധത്തിൽ അമേരിക്കയുടെ ആയുധ ശേഖരം പകുതിയിലേറെയും തീർന്നെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടുകൾ സത്യമാണോ അല്ലയോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. തികച്ചും സത്യമാണ്. കാരണം ഇതിന്റെ 2 അടിസ്ഥാന കാര്യങ്ങൾ പറഞ്ഞു തരാം. യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതും വെടിനിർത്തൽ കരാർ മുന്നോട്ട് വെക്കുന്നതും ഏത് രാജ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ ആരുമല്ല, ട്രംപ് തന്നെയാണ്. നമുക്കറിയാം ഈ യുദ്ധം തുടങ്ങിയിട്ട് ആദ്യം ഒരു വെടിനിർത്തൽ വേണം 2 ആഴ്ചത്തേക്ക് എന്ന് ആദ്യമേ 5 ദിവസം പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം പറഞ്ഞു, പിന്നെ 2 ആഴ്ച പറഞ്ഞു. ഇതാരാണ് പറഞ്ഞത്? അമേരിക്കയാണ് പറഞ്ഞത്. കാരണം ആദ്യം ഈ ഫെബ്രുവരി 28-ന് തുടങ്ങിയ ആക്രമണത്തിൽ അതിന്റെ പകുതി ദിവസങ്ങൾ 60 ദിവസം പിന്നിടുമ്പോൾ ഈ 15 ദിവസം നടന്ന ആക്രമണത്തിൽ മാത്രം അമേരിക്കയ്ക്ക് ഏറ്റത് ഏറ്റവും വലിയ പ്രഹരമാണ്. അമേരിക്കയുടെ അന്തർവാഹിനി കപ്പലുകളും അതുപോലെ തന്നെ അയൺ ഡോമും അമേരിക്ക വലിയ രീതിയിൽ തന്നെ ഞങ്ങളുടെ ശക്തി എന്ന് വെല്ലുവിളിച്ച് രംഗത്തെത്തിയ പല ഡ്രോണുകളും മിസൈലുകളും ഒക്കെ തവിട് പൊടിയാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അത്രയും പ്രശ്നത്തിലേക്ക് അമേരിക്കയെ ഇറാൻ കൊണ്ടുചെന്നെത്തിച്ചു. 15 ദിവസം വേണ്ടി വന്നില്ല ഇറാന് അമേരിക്കയെ ഫുള്ളായിട്ട് തകർക്കാനും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരാനും. നമ്മൾ എന്തിനേറെ പറയുന്നു, ഈ പശ്ചിമേഷ്യയിലെ ഈ അമേരിക്കൻ എംബസികളിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ വലിയ രീതിയിൽ തന്നെ അവർക്ക് വലിയൊരു പ്രശ്നങ്ങൾ തന്നെ അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എംബസികൾ ആ മേഖലയിൽ നിൽക്കുമ്പോൾ ഇന്ന് ഈ ഗൾഫ് മേഖല ആകെ മൊത്തത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. കാരണം അവരുടെ രാജ്യത്താണല്ലോ ഈ അമേരിക്കൻ എംബസികളുള്ളത്. അല്ലെങ്കിൽ അമേരിക്കൻ എയർബേസുകളിലേക്കൊക്കെ ആക്രമണം നടത്തുന്ന സമയത്ത് അവിടുത്തെ രാജ്യത്തിനുണ്ടാവുന്ന കനത്ത നഷ്ടവും കൂടി ഇതിൽ പരിഗണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അതായത് അമേരിക്കയ്ക്ക് മാത്രമല്ല ആ രാജ്യങ്ങൾക്ക് നഷ്ടമുണ്ടാകുന്ന രീതിയിലായിരുന്നു ഇറാന്റെ ഒരു പ്രത്യാക്രമണം എന്ന് പറയുന്നത്. എന്തായാലും മിസൈലുകൾ തടഞ്ഞിടാനുള്ള ഇന്റർസെപ്റ്റ്
ഇന്റർസെപ്റ്ററുകളും ലോങ് റേഞ്ച് മിസൈലുകളും അവയിൽ പെടുമെന്നാണ് പറയുന്നത്. എന്തായാലും യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അതിനേക്കാൾ പകുതി മാത്രമേ ആയുധങ്ങൾ അവശേഷിക്കുന്നുള്ളൂ എന്നായിരുന്നു ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യമാണെന്നൊക്കെ ഊന്നിക്കാണിച്ചുകൊണ്ട് അന്തർദേശീയ മാധ്യമങ്ങൾ അമേരിക്കയെ വിലയിരുത്തിക്കൊണ്ട് വാർത്തകൾ വിട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിലവിൽ അമേരിക്കയ്ക്ക് സൈനികർ കുറയുന്നുണ്ട്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ പറയുന്ന ആയുധങ്ങൾ കുറയുന്നുണ്ട്, ആയുധ ശേഖരണത്തിൽ ഇപ്പോൾ പകുതിയും ഇല്ല, വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ട്, ഒരു ദിവസം ചെലവഴിക്കുന്ന വലിയ രീതിയിലുള്ള ചെലവാണ് എന്നൊക്കെ പറയുമ്പോൾ അത് തീർത്തും അത് ഉറപ്പിച്ച് പറയാനോ അത്തരം നീക്കങ്ങളിലേക്ക് പറയാനോ ട്രംപ് ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷെ ജനജീവിതം എടുത്തു നോക്കൂ, ജനങ്ങളാകെ ബുദ്ധിമുട്ടിലാണ്, അവരുടെ ദൈനംദിന ജീവിതത്തെ ഇവർ വകവെക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. ഇനി പശ്ചിമേഷ്യയെ സഹായിക്കുന്നുണ്ട്, പശ്ചിമേഷ്യയായിട്ട് കൈകോർത്തുകൊണ്ട് ഒരുപാട് സ്വത്ത് സമ്പാദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ആയുധം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ വഴി നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് പശ്ചിമേഷ്യക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്ക അതിൽ ഒരു നടപടി എടുക്കാത്തത്, അല്ലെങ്കിൽ മറുപടി പറയാത്തത്? പശ്ചിമേഷ്യ പട്ടിണിയിലാകും എന്നുള്ള മുന്നറിയിപ്പ് ലോക ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ തരികയാണ്. അതായത് ആരോഗ്യ വകുപ്പൊക്കെ പറയുകയാണ് ഈ 3.5 കോടി ജനങ്ങൾ പട്ടിണിയിലാകുമെന്ന്. അപ്പൊ അത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ട് ആ ഒരു നീക്കത്തെ ഈ സമ്മർദ്ദത്തിലാക്കാതെ നല്ലൊരു രീതിയിൽ ട്രംപ് കൊണ്ടുപോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപിന് അവിടെ തന്റെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിന്മാറാൻ തീരെ താല്പര്യമില്ല. മാത്രമല്ല കുതന്ത്രത്തിലൂടെയും ചതിയിലൂടെയും എങ്ങനെയെങ്കിലും തനിക്ക് കളഞ്ഞു കുളിക്കുന്ന പേര് വീണ്ടും തിരിച്ചെടുത്തേ പറ്റൂ എന്നുള്ള രീതിയിലാണ് ഈ നാടകീയ സംഭവങ്ങളൊക്കെ ട്രംപ് നടത്തുന്നത്. എന്തായാലും ഇനി വരുവാണെങ്കിൽ തായ്വാൻ, സൗത്ത് കൊറിയ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ US ഇടപെട്ടിട്ടുള്ള സംഘർഷങ്ങളെ ഇത് സാരമായിട്ട് ബാധിച്ചേക്കുമെന്നാണ് വിവരം. അതേസമയം യുദ്ധം 2 മാസം പിന്നിടുമ്പോഴും ഇറാന്റെ മിസൈൽ ശേഖരങ്ങളിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്, അവരുടെ നേതാവിനെ വധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും യാതൊരു അർത്ഥത്തിലും അവർ പിന്നോട്ടില്ല, അവർ ഒരു തരത്തിലും പരാജയപ്പെട്ടിട്ടില്ല. അവരുടെ പക്കൽ ഇനിയും ആയുധ ശേഖരങ്ങൾ ഉണ്ട്, ഇതുവരെ കാണാത്ത രീതിയിലുള്ള ആയുധങ്ങൾ അവരുടെ പക്കൽ ഉണ്ട് എന്നാണ് ഇറാൻ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും താൽക്കാലിക വെടിനിർത്തൽ കാലയളവിൽ അടിസ്ഥാന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇറാൻ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഏത് പ്രത്യാക്രമണത്തിനും അവർ സന്നദ്ധരാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൂടാതെ ലോക രാജ്യങ്ങളുടെ സുപ്രധാന കപ്പൽ പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഉപരോധം ശക്തമായിട്ട് തുടരുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. കാരണം ഇന്ന് ലോകരാജ്യങ്ങൾ സമ്മർദ്ദത്തിലാക്കുകയാണ് അമേരിക്ക ഒരു തീരുമാനമെടുക്കാതെ ഇതിൽ യാതൊരു തരത്തിലുള്ള പരിഹാരവും ഉണ്ടാകില്ല എന്നതാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ആയുധങ്ങൾ കൊണ്ട് കീഴടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇറാനെ സാമ്പത്തികമായിട്ട് തകർക്കാനുള്ള നീക്കങ്ങളുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോകുന്നു എന്നുള്ള വാർത്തകളും ഇതിനിടയിൽ വരുന്നുണ്ട്. ഇറാനെതിരായിട്ടുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ലംഘിക്കാൻ സഹായിച്ച 35 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇറാന്റെ ഷാഡോ ബാങ്കിംഗ് ശൃംഖലയെ തകർക്കുകയാണ് അമേരിക്കൻ ട്രഷറി വകുപ്പിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്തായാലും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും ഉപരോധങ്ങൾക്കും മറികടന്ന് കോടിക്കണക്കിന് ഡോളർ കൈമാറുന്നതിന് ഈ ശൃംഖല ഇറാനെ സഹായിച്ചുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക ഈ ഒരു നടപടിക്ക് ഒരുങ്ങുന്നത്. അതായത് അവരുടെ തോക്കിന് മുന്നിൽ അടിയറവ് പറയുക അല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് ഇപ്പൊ അതായത് അവരുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന രീതിയിലേക്കാണ് അമേരിക്ക അടുത്ത കാര്യമായിട്ട് നീങ്ങുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്നൊന്നും അവർ തകരില്ല എന്നതാണ്. എന്തായാലും ഇറാന്റെ സായുധ സേനയ്ക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസിനും അന്താരാഷ്ട്ര സാമ്പത്തിക സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ സൗകര്യമൊരുക്കുന്ന ശൃംഖലകളെയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. അനധികൃത എണ്ണ വിൽപ്പനയിലൂടെ പണം സ്വീകരിക്കുന്നതിനും മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആധുനിക ആയുധങ്ങൾ വാങ്ങുന്നതിനും ഈ ഒരു രഹസ്യ ബാങ്കിംഗ് സംവിധാനം സഹായിച്ചുവെന്ന് അമേരിക്ക ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിത യാത്രയ്ക്കായിട്ട് ഇറാൻ സർക്കാരിനോ IRGCക്കോ ടോൾ നൽകുന്ന കമ്പനികൾക്കെതിരെയും കർശന നടപടി ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും ഇറാന്റെ സൈനിക ആവശ്യങ്ങൾക്കായിട്ട് പണം എത്തിക്കുന്ന ഈ ഒരു സംവിധാനം മധ്യേഷ്യയിലെ സമാധാനം തകർക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസന്റ് കുറ്റപ്പെടുത്തി. പുതിയ ഉപരോധം ഏർപ്പെടുത്തിയതോടെ പട്ടികയിലുള്ള വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും അമേരിക്കയിലുള്ള സ്വത്തുക്കൾ മരവിപ്പിക്കപ്പെടും. ഇവർക്കൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നതിൽ നിന്ന് അമേരിക്കൻ പൗരന്മാരെയും സ്ഥാപനങ്ങളെയും കർശനമായിട്ട് വിലക്കിയിട്ടുണ്ട്. ഇറാൻ ഭരണകൂടത്തിന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഈ ഒരു നീക്കത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. പക്ഷേ അമേരിക്ക ഇത്തരം നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ ലാഭം കൊയ്യുകയാണ് ഇറാൻ. നിലവിൽ ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിലും ഹോർമുസ് കടലിടുക്കിലെ ചുങ്കപ്പിരിവ് എന്ന് പറയുന്നത് ഇറാന്റെ
ഇറാന്റെ ഏറ്റവും വലിയ ലാഭകരമായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പം ഇറാൻ ഇത്തരം കാര്യങ്ങളൊന്നും വില പോകില്ല. കാരണം ആദ്യം ആയുധം കൊണ്ട് കീഴ്പ്പെടുത്താൻ വന്നു, ആയുധത്തിന് മുന്നിൽ ഇറാൻ മുട്ടുമടക്കിയില്ല. രണ്ടാമത് സാമ്പത്തികമായിട്ട് അവരെ പ്രതിസന്ധിയിലാക്കാൻ വന്നു, അത്തരം കാര്യങ്ങളിലും ഇറാൻ മുട്ടുമടക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഇന്ന് 60 ദിവസം പിന്നിടുമ്പോൾ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യം ഇറാൻ ഈ കാര്യമാണ്. അതായത് അവരുടെ ഉപരോധങ്ങൾ അല്ലെങ്കിൽ അവർക്ക് മേലുള്ള സൈനിക നീക്കങ്ങൾ നിർത്തലാക്കണം, അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം, ആണവായുധം, ഇത്തരം കാര്യങ്ങൾക്ക് ഒരു നടപടി വേണം എന്നുള്ള രീതിയിൽ. മാത്രമല്ല അവരുടെ ഈ പറയുന്നത് പോലെ തന്നെ അവർക്ക് നേരെയുള്ള അക്രമങ്ങൾ നിർത്തലാക്കണം. ഇതൊരു സ്വാഭാവികമായിട്ട് ഒരു രാജ്യം ആവശ്യപ്പെടേണ്ട അല്ലെങ്കിൽ ഒരു അവകാശമാണ്. അത്തരം അവകാശങ്ങൾ മാത്രം മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അമേരിക്ക ധിക്കാരം കാണിച്ചു പോകുന്നതാണ് ഇന്ന് അമേരിക്ക ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രശ്നത്തിലേക്ക് കടത്തിവിട്ടിരിക്കുന്നത്. എന്തായാലും ട്രംപ് എടുക്കുന്ന ഈ കടുത്ത നിലപാടുകൾ അവിടുത്തെ ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയാണ്. ഇന്ന് പശ്ചിമേഷ്യ ഏറ്റവും കൂടുതൽ പട്ടിണി ആകാൻ പോകുന്നതും അവിടുത്തെ ജനങ്ങൾ ദുരന്തം അനുഭവിക്കുന്നതിനും ഏക കാരണം ഈ ട്രംപ് തന്നെയാണ്.